ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വീഡിയോ എന്തുവാണെന്ന്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ 10ാം ക്ലാസ്സിൽ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത്, 10ാം ക്ലാസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് കോങ്കൺ ഉണ്ടെന്ന് വിചാരിക്കില്ല, എനിക്ക് ഇവിടെ നോക്കണോ ഒരു കൺഫ്യൂഷൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹൊറിസോണ്ടലി വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എവിടെ നോക്കണോ എന്നൊരു കൺഫ്യൂഷൻ, അതുകൊണ്ടാട്ടോ. അപ്പം തുടങ്ങാം. ഞാൻ ഇവിടെ നോട്ട്ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണം. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ അന്നന്ന് പഠിപ്പിക്കുന്ന സാധനങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക, അല്ലാണ്ട് ഇങ്ങനെ കൂട്ടിയിടരുത്. ഇന്ന് പഠിപ്പിക്കുന്ന സാധനം ഇന്ന് ഞങ്ങൾ വായിച്ചു നോക്കുക, എന്നിട്ട് ഒരാഴ്ച ഫുൾ പഠിപ്പിച്ചത് ഒരു ശനിയാഴ്ച ഇരുന്നിട്ട് ഫുൾ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഞായറാഴ്ചൻ്റെ ഫുൾ റിവൈസ് ചെയ്യുക. അങ്ങനെ എല്ലാ ആഴ്ചയും ചെയ്ത് പോവുക. വീക്കെൻഡ് ആകുമ്പോഴത്തേനും ഫുൾ റിവൈസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു മന്തിൻ്റെ ആകുമ്പോൾ സമയത്ത് നിങ്ങൾ ഫുൾ ആ മന്തി പഠിച്ച ഫുള്ള് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇങ്ങനൊരു ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒഴുക്ക് കിട്ടും. ലൈക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മടുപ്പ് തോന്നാത്ത രീതി പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു തന്ന വേർഡ് ടിപ്പെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും ലാംഗ്വേജുകളില്ലേ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ വേറെ സംഭവങ്ങളുണ്ട്, സോഷ്യൽ സയൻസ്, ഇതെല്ലാം വായിക്കണം എന്ന് വെച്ചാൽ ഇതെല്ലാം വായിക്കണം. അപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ഈ ഡെയിലി ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഈ സോഷ്യലൊക്കെ കാണാപ്പാഠം പഠിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ പഠിക്കണതൊന്നും പഠിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ഡെയിലി ഇങ്ങനെ വായിച്ച് പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ ഇയർ, അതിനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല ഓർമ്മയിൽ നിൽക്കും. സോ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഓരോ വിഷയത്തിനും പറയാവേ. അപ്പോൾ ഫസ്റ്റ് വിഷയം വന്നിട്ട് മലയാളം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഡെയിലി വായിക്കുക എന്ന് വെച്ചാൽ എല്ലാ ദിവസവും മലയാളം വായിക്കുക. അപ്പം നമുക്കൊരു ആശയം പിടികിട്ടും അതിൻ്റെ. അത് നമ്മൾ എഴുതാവുന്നേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷും അതും ഹിന്ദി, ഇത് മൂന്നും ഡെയിലി വായിക്കുക. ഫിസിക്സും കെമിസ്ട്രിയും ആ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതായത് എന്താണ് ആ പഠിപ്പിച്ചതെന്നുള്ള കാര്യം ഒരു എന്താ പറയുക, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. എന്താണ് ആ സംഭവം, ആ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് വെക്കുക. ക്ലാസ്സിലൊന്ന് ശ്രദ്ധിച്ചിരുന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ പോയി ക്ലിയർ ചെയ്ത് ഒന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ബയോസയൻസ് കാര്യം പറയുകയാണെങ്കിൽ ഫിഗേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ് ഇത്, ഫിഗേഴ്സ്. ആ ഫിഗർ നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ബയോളജിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഫിഗർ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഫിഗേഴ്സും എല്ലാ ദിവസവും ഒന്ന് കണ്ണോടിച്ച് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ പൊത്തി വെച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് അത് അത്രയും യൂസ്ഫുൾ ആവും. പിന്നെ മാത്സ് വെച്ചാൽ ഒന്നുമില്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി മാത്സ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും, നമുക്കത് ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്, പല ഒരേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മാറിയും തിരിഞ്ഞും പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആക്കി നിങ്ങൾ മാറ്റി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. എനിക്കിത് മാത്സ് പറ്റും, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. പിന്നെ SS പറയുകയാണെങ്കിൽ, സോഷ്യൽ പറയുകയാണെങ്കിൽ ക്ലാസ് നല്ലോണം ശ്രദ്ധിക്കുക, ഡെയിലി വായിക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ, അതിൻ്റെ ആ ഒരു സംഭവങ്ങളില്ലേ, ആ ഡേറ്റിൽ എന്താ സംഭവിച്ചുള്ളൊരു ബ്രീഫ് ഒരു സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും വെക്കണം. ഡേറ്റ് ഒന്നും ഒട്ടും മറക്കരുത്. ആ ഡേറ്റിൽ നടന്ന സംഭവം, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇതൊന്നും മറക്കാൻ പാടില്ല. ഇതൊക്കെ മറക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് SS ഒക്കെ നല്ലോണം എഴുതാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ പരീക്ഷ എഴുതുമ്പോൾ, ഇപ്പം ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ, SSLC ഇങ്ങനെയാണ്. അപ്പോൾ ഓണപ്പരീക്ഷയുടെ സമയത്ത് തന്നെ നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് എഴുതുക. അല്ലാണ്ട് ഇത് ഓണപ്പരീക്ഷയല്ലേ, ഇത് ക്രിസ്മസ് അല്ലേ, നമുക്ക് പബ്ലിക്കിന് നല്ലോണമൊക്കെ എഴുതുക, അങ്ങനെ വിചാരിക്കരുത്. ഓണപ്പരീക്ഷ നിങ്ങളോട് മാക്സിമം നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓണപ്പരീക്ഷയുടെ ആ പോർഷൻ അത്രയും ഇതായിട്ട് നോക്കണ്ട, നമുക്ക് കാരണം മനസ്സിൽ കാണും. അല്ലെങ്കിൽ ഇത് അവസാനം പബ്ലിക്ക് എടുത്ത് വരുമ്പോൾ പഠിക്കാമെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളും നിങ്ങൾ നോക്കേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിങ്ങൾ അന്നന്ന് തരുന്ന സംഭവങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക. പരീക്ഷ വരുന്ന സമയത്ത് അത്രയും പോർഷൻസ് കവർ ചെയ്യാൻ നോക്കുക. ഒന്നും വാരി വെച്ച് കാണാപ്പാഠം പഠിക്കേണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സൊക്കെ നോക്കി വെക്കുക, ഡേറ്റ്സ് ഒക്കെ നോക്കി വെക്കുക. മാത്സ് ഒരേ ക്വസ്റ്റ്യൻ തന്നെ പ്രാക്ടീസ് ചെയ്യാതെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു മനസ്സിലാവും ഇനി എങ്ങനത്തെ ചോദ്യം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് പിടികിട്ടും. ആ ഒരു നാക്ക് പിടിയിട്ടേ പിന്നെ നിങ്ങൾക്ക് നല്ലോണം പോകാൻ പറ്റും. എല്ലാ പരീക്ഷയും ഇപ്പം ഓണം, ക്രിസ്മസ്, മോഡൽ, ഇതെല്ലാം നിങ്ങൾ അത്രയും ഇതായിട്ട് കണ്ട് എഴുതുക. ആ സമയമൊക്കെ അതാകുമ്പോൾ അത്രയും പോർഷൻസ് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. നമ്മൾ നല്ലോണം എഴുതുന്ന നല്ല മാർക്ക് കിട്ടുമ്പോൾ ഒരു ധൈര്യം നമുക്ക് വരും.
അല്ലാണ്ട് നിങ്ങൾ ഉഴപ്പി വിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോൾ ഒരു കുന്ന് നമുക്ക് ചെയ്യാൻ കാണും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതെല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കുറേ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് എപ്പോഴും വരും. അപ്പോൾ ടാറ്റാ.